പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈഫ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ എല്ലാ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറിയ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും ആശ്വാസവുമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലത്തെ ദൈവിക ചിന്ത, കർത്താവ് നമുക്ക് മറവിടമാകുന്നു, കർത്താവ് നമുക്ക് മറവിടമാകുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കുവാനിടയായിത്തീരുന്നത്. അതിനാധാരമായിട്ട് ആമേൻ അവിടെ ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 32-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യം. നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. നമ്മുടെ 7-ാം വാക്യത്തിൽ വ്യക്തമായി വായിക്കുന്നത് ഇങ്ങനെയാണ്: നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്നും സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ആമേൻ. നമ്മുടെ ദൂത് മനസ്സിലാക്കണം. ഒരു മറവിടമായി കഷ്ടത്തിൽ നിന്നും സൂക്ഷിക്കുന്ന സർവശക്തനായ ദൈവം, നമ്മെ മറവിടമായി മറയ്ക്കുന്ന ദൈവം. ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ മറയ്ക്കുന്നത് പോലെയും കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിന്മേലെ വഹിക്കുന്നത് പോലെയും സർവശക്തനായ ദൈവം നമ്മെ മറയ്ക്കുവാൻ തക്കവണ്ണമിടയായിത്തീരും. ശത്രുവിൻ്റെ കരങ്ങളിൽ അകപ്പെടുവാൻ ഇടവരാതെ, ചില വിഷയങ്ങളിൽ പരാജയപ്പെട്ടു പോകുവാൻ ഇടവരാതെ, ദൈവാത്മാവ് ഒരു സങ്കേതമായി, ഒരു പരിചയമായി, ഒരു കോട്ടയായി നമ്മെ മറച്ച് പരിപാലിക്കുവാനിടയായി തീരും. ദൈവാത്മാവിൻ്റെ കരങ്ങളിൽ ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ പറയുന്നു, കഷ്ടത്തിൽ അവൻ സൂക്ഷിക്കുവാനിടയായി തീരും. നമ്മുടെ കഷ്ടതകൾ, നമ്മുടെ പ്രയാസങ്ങളുടെ നടുവിൽ ദൈവാത്മാവ് നമ്മെ സൂക്ഷിക്കുവാനിടയായി തീരും. ശത്രു കടന്നു വരുമ്പോൾ, പിശാച് തകർത്ത് കളയുവാൻ ജീവിത മേഖലയിൽ കടന്നു വരുമ്പോൾ, ഭവനത്തിൻ്റെ അകത്തളത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും സൃഷ്ടിച്ച് നമ്മെ തകർത്ത് കളയുവാൻ നോക്കുമ്പോൾ, പ്രാർത്ഥനാ മണ്ഡലങ്ങളെ ഉടച്ചു കളയാൻ നോക്കുമ്പോൾ, ചില വിഷയങ്ങൾ കൊണ്ടുവന്ന് നമ്മെ ഭാരപ്പെടുത്താൻ നോക്കുമ്പോൾ, സർവശക്തനായ ദൈവം പറയുന്നു, ഞാൻ ഒരു മറവിടമായി നിന്നോട് കൂടെ നിൽക്കുവാനിടയായി തീരും. ആമേൻ. സർവശക്തനായ ദൈവത്തിൻ്റെ വാഗ്ദത്തം, മനുഷ്യനാരും നിനക്ക് മറവിടമായി ഇല്ല എങ്കിലും അവരൊക്കെ കൊത്തിവലിക്കുവാൻ ഒരു കഴുകനെ പോലെ കൊത്തിവലിക്കാൻ നോക്കുമ്പോൾ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ സർവശക്തനായ ദൈവം നിന്നെ മറയ്ക്കുവാൻ തക്കവണ്ണമിടയായി തീരും. രോഗം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, ക്ഷീണം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, ക്ഷീണാവസ്ഥകളും പരാജയങ്ങളും വരുമ്പോൾ ദൈവാത്മാവ് നിന്നെ മറയ്ക്കുവാൻ തക്കവണ്ണമിടയായി തീരും. നമുക്കറിയാം, യോബിന്റെ പുസ്തകം പഠിക്കുമ്പോൾ യോബിന്റെ ജീവിതത്തിൽ, തൻ്റെ ജീവിതത്തിൽ പലവിധമാകുന്ന പ്രതികൂലങ്ങൾ വേട്ടയാടുമ്പോഴും ശത്രുവിന്റെ കരങ്ങളിൽ മരണത്തിന് വിട്ടുകൊടുക്കാതെ പിശാചിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അവനെ തൊടാൻ നിനക്ക് അനുവാദം തരാം, പക്ഷെ അവന്റെ ജീവനെ എടുക്കാൻ നിനക്ക് അവകാശമില്ല, അല്ലെങ്കിൽ അനുവാദമില്ല എന്ന് പറഞ്ഞ് യോബിനെ വേലികെട്ടി പരിപാലിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവന് മറവിടമായി മറയ്ക്കുന്നത് പോലെ സർവശക്തനായ ദൈവം പറയുന്നു, നീ രോഗം വന്ന് ബലഹീനപ്പെട്ടാലും, ശരീരം മുഴുവനും വ്രണമായാലും, ക്യാൻസറിനാൽ ഭാരം അനുഭവിച്ചാലും, കിഡ്നി സംബന്ധമായ ബലഹീനത അനുഭവിച്ചാലും, അസ്ഥി സംബന്ധമായ പ്രതികൂലം അനുഭവിച്ചാലും, ഏത് വിധമാകുന്ന പ്രതികൂലം അനുഭവിച്ചാലും ദൈവം നിനക്ക് തുണയായി, കോട്ടയായി നിന്നെ മറയ്ക്കുവാൻ തക്കവണ്ണമിടയായി തീരും. ദൈവം എനിക്ക് മറവിടമാകുന്നു എന്നാണ് പറയുന്നത്. പ്രതികൂലങ്ങൾ എന്തും വന്നാലും ഒരു മറവിടമായി നിന്നെ മറച്ചു പരിപാലിക്കുവാൻ തക്കവണ്ണമിടയായി തീരും. സങ്കീർത്തന പുസ്തകം 46:1, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായി നിൽക്കുവാനിടയായി തീരുന്നു. പ്രിയമുള്ളവരെ, കഷ്ടങ്ങളിൽ മാറിപ്പോകുന്ന ദൈവമല്ല, കഷ്ടങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ദൈവമല്ല. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ പലരും നമ്മെ വിട്ട് മാറി നിൽക്കുവാനിടയായി തീരും. സമ്പാദ്യവും അനുഗ്രഹവും നമുക്കുണ്ടെങ്കിൽ ഒരു കൂട്ടം ജനം നമ്മോടൊപ്പം ഉണ്ടാകും. എന്നാൽ നമ്മുടെ കരം ശൂന്യമായാൽ
ആമേൻ, മറ്റുള്ളവർ ചോദിക്കുന്നത് നമുക്ക് കൊടുക്കാനില്ല എങ്കിൽ ആമേൻ, കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നവരെല്ലാവരും നമ്മളെ വിട്ട് ഓടിപ്പോകുവാനിടയായി തീരും. എന്നാൽ ദിനംപ്രതി നാം കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കൂട്ടം ജനം നമ്മോടൊപ്പം ഉണ്ടാകും. എന്നാൽ കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല എങ്കിൽ ഈ പറയുന്ന ആരും നമ്മുടെ കൂടെ കാണത്തില്ല. പിന്നെ ആരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്? മറവിടമായി നമ്മെ മറയ്ക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവശക്തനായ ദൈവം നമ്മെ മറയ്ക്കുവാനിടയായി. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായി നമ്മോട് കൂടെ നിൽക്കുവാനിടയായി തീരും. 91:1-2 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ സർവശക്തന്റെ നിഴലെങ്കിൽ പാർക്കുന്നവരുവാ. ദൈവാത്മാവിനെ മറയ്ക്കുവാനിടയായി തീരുന്നത്. സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത ഒന്ന് മറയപ്പെടാൻ തയ്യാറാകുന്നുവെങ്കിൽ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. ഈ പറയുന്ന ഞാൻ കഷ്ടങ്ങളിൽ നിങ്ങളോടൊപ്പം കാണത്തില്ല. മറ്റാരും നിങ്ങളോടൊപ്പം കാണത്തില്ല. എന്നാൽ സർവശക്തനായ ദൈവം പറയുന്നു, കഷ്ടങ്ങൾ അവൻ നിന്റെ കൂടെ നിൽക്കുവാനിടയായി തീരും. യെശയ്യാവ് 43:2 ഇങ്ങനെ പറയുന്നു, വെള്ളത്തിലൂടെയും തീയിലൂടെയും കടന്നു പോകുമ്പോഴും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ തീയുടെ അനുഭവം വന്നാലും, വെള്ളത്തിന്റെ അനുഭവം വന്നാലും, പ്രതികൂലത്തിന്റെ അനുഭവം വന്നാലും, ഏത് തീച്ചൂളയുടെ അനുഭവം വന്നാലും ദൈവാത്മാവ് നിന്റെ കൂടെ നിൽക്കുവാനിടയായി. ദാനിയേൽ പുസ്തകം പഠിപ്പിക്കുന്നത് പോലെ എബ്രായ ബാലന്മാർ 7 മടങ്ങ് വർദ്ധിച്ച തീച്ചൂളയ്ക്കകത്ത് വീഴുമ്പോഴും അവർ ഭാരപ്പെട്ടില്ല. പ്രതികൂലങ്ങൾ കഠിനമായി വന്നപ്പോഴും അവർ നിരാശപ്പെട്ടില്ല. അവർ ക്രിസ്തുവിന്റെ ചിറകിന്റെ കീഴിൽ മറയപ്പെടുവാനിടയായി തീർന്നത് കൊണ്ട് കർത്താവ് അവർക്ക് സങ്കേതമായി അവിടെ വെളിപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇബ്രായബാലന്മാരെ പോലെ പ്രതികൂലം വരുമ്പോഴും ഞങ്ങൾ സേവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ആ പ്രത്യാശയോടുകൂടി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ ചില പ്രതികൂലങ്ങളുടെ നടുവിൽ, ചില ഏറിയ വർദ്ധിച്ച തീച്ചൂടുകളുടെ നടുവിൽ നിന്ന് സർവശക്തനായ ദൈവം നമ്മെ വിടുവിക്കുവാനിടയായിത്തീരും. അവൻ നമ്മെ മറയ്ക്കുവാനിടയായിത്തീരും. ആ മറവിടങ്ങളിൽ ആ മറവിടങ്ങളിൽ സങ്കേതമായി ഒളിച്ചിരിക്കുവാൻ, അല്ലെങ്കിൽ സങ്കേതമായി സേഫായിരിക്കുവാൻ ആ ക്രിസ്തുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത പ്രത്യാശയോടെ മുന്നോട്ട് പോകാം. ഈ ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.